നമസ്കാരം. മാധ്യമപ്രവർത്തനത്തിൽ NTVയുടെ മൈക്ക് മാത്രമുണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശൈലകമന്ത്രി ആരംഭിക്കുന്നു. ഇന്നലെ രാവിലെ കുറേ നേരം, ഏകദേശം ഒരു 35 മിനിറ്റോളം ക്യാബിനറ്റ് ബ്രീഫിംഗ് കണ്ടു. നിറയെ മൈക്കുകളുണ്ട് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ. അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, NTV എന്ന് പറയുന്ന ചാനലൊന്നും അല്ലല്ലോ, ഒരു പ്രൊഡക്ഷൻ ഹൗസ്. NTVയുടെ മൈക്ക് മാത്രം അന്നത്തെ മുഖ്യമന്ത്രി, എനിക്ക് തോന്നുന്നു നയനാറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരുന്ന ഒരു ചിത്രം ഇപ്പോഴും എവിടെയോ ഉണ്ട്. കാരണം അന്ന് വേറെ ആരുമില്ല. ദൂരദർശൻ, ഏഷ്യാനെറ്റ് തുടങ്ങിയിട്ടില്ല. ദൂരദർശന് വേണ്ടി NTV വിഷ്വൽ മീഡിയയിൽ ആദ്യമായിട്ട് ദൂരദർശന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്ന സമയമാണ്. ഇപ്പം മൈക്കുകളൊന്നുമില്ല, NTVയുടെ മൈക്ക് മാത്രമുണ്ട്. അദ്ദേഹം സംസാരിക്കുന്ന, റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതൊരു ശീലമായി. എല്ലാ ക്യാബിനറ്റ് ബ്രീഫിങ്ങും അതിൻ്റെ തലനാരിഴ കീറി പരിശോധിച്ച് എഴുതിയെടുത്ത് വിമർശനങ്ങൾ, അഭിനന്ദനങ്ങൾക്ക് അധിക അവസരം അവർ നൽകിയിട്ടില്ല. വിമർശനങ്ങളായിരുന്നു കൂടുതൽ. ഇപ്പോൾ 10, 35, 40 വർഷത്തിനിപ്പുറം വീണ്ടും ക്യാബിനറ്റ് ബ്രീഫിംഗ് കാണുകയാണ്. നേരത്തെ അങ്ങനെ ഇടക്കാലത്ത് അത് അത്രയും കൃത്യമായി കിട്ടാറില്ല. ഇപ്പോൾ കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഒരു സോഴ്സ് ഒന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാനത് കണ്ടു. വാസ്തവത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ മാത്രമല്ല കുഴപ്പക്കാർ. ഇവിടെ 2 കമ്പാരിസൺ നൽകാം. മുഖ്യമന്ത്രി പറഞ്ഞ കൂട്ടത്തിൽ ടാറ്റ നിക്ഷേപത്തെക്കുറിച്ച് പറഞ്ഞ് അത് വിശദീകരിച്ച് അതിൻ്റെ ഉപചോദ്യങ്ങൾ ഒക്കെ നൽകി കഴിഞ്ഞപ്പോൾ 2 മിനിറ്റ് 0.3 സെക്കൻഡ്. ഞാൻ കൃത്യം ആ റീഡിംഗ് വെച്ച് തന്നെയാണ് പറയുന്നത്. 2 മിനിറ്റ് 0.3 സെക്കൻഡ്. അത് കഴിഞ്ഞ് പിന്നെ പോയത് ഒരു ബോർഡിലെ 2 മെമ്പർമാരെ നിയമിക്കുന്ന വിഷയമാണ്. ആവർത്തിച്ച് അദ്ദേഹം മറുപടി പറഞ്ഞ് 10 മിനിറ്റ് 42 സെക്കൻഡ്. ഇതാണ് കേരളത്തിൻ്റെ വികസന കാഴ്ചപ്പാടെന്നും അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നു. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കൂ എന്ന് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നൊരു സാഹചര്യം നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ സൃഷ്ടിച്ചു. ഈ 2 മെമ്പർമാരെ ഇനി നിയമിച്ചില്ല, എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്? ആ 2 മെമ്പർമാർ ഒഴിച്ച് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടമുണ്ടോ? അല്ലെങ്കിൽ ആ 2 മെമ്പർമാർ വെച്ച് പുലർത്തുന്ന സമീപനത്തിൻ്റെ ഫലമായി ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ് അത് ഈ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ജനങ്ങൾക്കോ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കോ, ആശുപത്രിയിൽ ക്യൂ നിൽക്കുന്ന, മുഖ്യമന്ത്രി കണക്ക് നിരത്തി LDFന്റെ കാലത്ത് ഏകദേശം 60,000 മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കാത്തുകിടന്നവർ. 60,000 കുടിശ്ശിക. UDF അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 24,000. വാസ്തവത്തിൽ കേരളത്തിന്റെ ഈ മുന്നോട്ടുള്ള പോക്കിൽ ഗവൺമെന്റുകൾ സൃഷ്ടിക്കുന്നതാണ് ഈ ദുരിതാശ്വാസം കാത്തിരിക്കുന്ന ജനകോടികൾ. അതിൽ നിന്നൊക്കെ എന്തെങ്കിലും മാറ്റം വരണ്ടേ? ഈ ഓരോ 5 വർഷവും ഇതുപോലുള്ള ദുരിതാശ്വാസ കണക്കുകൾ, അതിനുള്ള പണം കൊടുക്കൽ, അതിലൂടെ ചികിത്സ നടത്തൽ, ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? ക്യാബിനറ്റ് ബ്രീഫിങ്ങിനിടയ്ക്ക് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞത് പവർ കട്ടാണ്. പവർ കട്ട് പറഞ്ഞ കൂട്ടത്തിലും മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെന്റിന്റെ പവർ പർച്ചേസ് എഗ്രിമെന്റിൽ നടന്ന കളികൾ, ഞങ്ങൾ 2 മാസമല്ലേ ആയുള്ളൂ, ഞങ്ങൾക്ക് ഇതിനകത്ത് എഗ്രിമെന്റിൽ ഒരു കാര്യവുമില്ല, ഞങ്ങളത് പഠിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ, നമ്മൾ എല്ലാ കാലത്തും ആരുടെയെങ്കിലും ഇപ്പം മഴ പെയ്തില്ലെങ്കിൽ 14 രൂപ യൂണിറ്റിന് 8 മുതൽ 14 രൂപ വരെ കൊടുത്താണ് ഇപ്പോൾ വൈദ്യുതി വാങ്ങുന്നതെന്നാണ് പറയുന്നത്. ഈ വൈദ്യുതി വാങ്ങാത്ത ഒരു കാലം, സ്വന്തമായിട്ട് വൈദ്യുതി സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു കാലമല്ലേ യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ക്യാബിനറ്റ് ബ്രീഫിങ്ങിലൂടെ ജനങ്ങൾക്ക് ഈ സാഹചര്യം, ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ഗവൺമെന്റ് ഇങ്ങനെ ഒരു മേഖലയുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ ആ മേഖലയിലോട്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഈ ക്രൈസിസിനെ നേരിടാൻ നമുക്ക് പറ്റുമോ? പലയിടത്തും കേട്ടിട്ടുണ്ട്. കോഴിക്കോടുണ്ട് ഡീസൽ പവർ പ്ലാന്റ്, ബ്രഹ്മപുരം പവർ പ്ലാന്റ്, ഡീസൽ പവർ പ്ലാന്റ്. ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊക്കെ അവസ്ഥയൊന്നും നമുക്ക് അറിയില്ല. ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ, കൊടുക്കുന്നുണ്ടോ? എന്തായാലും ഒരു പുതിയ ഇന്ധനം വെച്ച്, നമ്മൾ കപ്പലുകൾക്ക് നൽകാൻ വെച്ചിരിക്കുന്ന ഇന്ധനം വെച്ച് ഇപ്പോൾ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 8 രൂപയ്ക്കും 14 രൂപയ്ക്കും നമുക്ക് തിരിച്ചു വിൽക്കാൻ പറ്റും. ഞാൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ആ എഞ്ചിനീയറിനോട് ഞാൻ ചോദിച്ചു,
അദ്ദേഹം നൽകിയ മറുപടി, മെത്തനോൾ വെച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് സം മോഡിഫിക്കേഷൻസ് നീഡ് ടു ബി ഡൺ ഇൻ എൻജിൻ സൈഡ്. നമ്മളിപ്പോൾ ഡീസൽ എൻജിനിലാണ് ഇത് ഡീസൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൽ ചില മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മെത്തനോൾ ഉപയോഗിച്ച് ചെയ്യാം. മെത്തനോൾ ഹാവ് ടു ഗോ ഫോർ വേപ്പർ. എനിക്കത് മനസ്സിലായില്ല എന്താണ് അദ്ദേഹം എഴുതിയത്. മെത്തനോൾ ഹാവ് ടു ഗോ ഫോർ വേപ്പർ. ഞാൻ ചോദിച്ചു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. മെത്തനോൾ ലിക്വിഡ്, മെത്തനോൾ എന്ന് പറഞ്ഞ ഒരു ലിക്വിഡ് സ്റ്റാറ്റസിലുള്ളതാണ്. മെത്തനോൾ ലിക്വിഡ് ഹാവ് ടു വേപ്പർ, അത് വേപ്പർ സ്റ്റാറ്റസിലോട്ട് മാറ്റണം. ദെൻ ഓൺലി ദ എൻജിൻ വിൽ വർക്ക് പ്രോപ്പർലി. എങ്കിൽ മാത്രമേ എൻജിൻ നന്നായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? ഡീസലിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പോലെ മെത്തനോളിൽ നിന്ന് ഔട്ട്പുട്ട് ഉണ്ടാവുമോ? അറൌണ്ട് 20% റെഡ്യൂസ് ഫ്രം ദി റേറ്റഡ് പവർ. ഇന്ന് ഡീസൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ 20% കുറവായിരിക്കും. 30%, 40% കുറഞ്ഞാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണ്? മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് നിന്നാണ്, കുളവാഴയിൽ നിന്നാണ്, എഗ്രി വേസ്റ്റ് നിന്നാണ്, വനത്തിൽ കാട് പിടിച്ച് കിടക്കുന്ന പാഴ് സസ്യങ്ങളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള പാഴ് വസ്തുക്കളെല്ലാം ചേർത്ത് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യത്തിനും എടുക്കാം, മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം, പോർട്ടിൽ വരുന്ന കപ്പലുകൾക്ക് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ കപ്പലുകളും അനുബന്ധ വ്യവസായങ്ങളെ കുറിച്ച് ചിന്ത ചെയ്യുമ്പോൾ ബേസിക് ആയിട്ടുള്ള വിഷയമാണ് വൈദ്യുതി. വൈദ്യുതി ഇല്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല. അപ്പോൾ അത് ഉറപ്പാക്കാൻ, എനർജി സെക്യൂരിറ്റി ഉറപ്പാക്കണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് രംഗത്ത് കൂടി ശ്രദ്ധിക്കണം എന്ന് പറയാൻ പ്രേരിപ്പിച്ചതാണ് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് ബ്രീഫിംഗ്. ക്യാബിനറ്റ് ബ്രീഫിംഗ് കഴിഞ്ഞ് മിക്കവാറും അദ്ദേഹം പോയതല്ല, അദ്ദേഹത്തിനെ കാണാൻ ഓരോ വ്യവസായി, തുറമുഖവുമായി ബന്ധപ്പെട്ടൊരു നിക്ഷേപം നടത്തുന്ന വ്യവസായി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സെയിലിംഗ് കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേഷനാണ്. അവർ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഒരു വലിയ വ്യവസായമാണ്. ഏകദേശം 1000 പേർക്കോളം ജോലി കൊടുക്കാൻ വരുന്ന, ഏകദേശം 300-400 പേർക്ക് ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആയിട്ടായിരുന്നു നേരത്തെ സെയിലിംഗ് കമ്പനി റിപ്പോർട്ട് ചെയ്ത വിഷയമാണ്. അപ്പോൾ അവർ നേരിടുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അദ്ദേഹം എനിക്ക് ഒരു മെസ്സേജ് തന്നിരുന്നു. മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ കാണാൻ ഒരു അപ്പോയിൻമെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, CM-നെ കണ്ടിട്ട് എന്തായി എന്ന് ചോദിച്ചു. ഈ വരികൾ നമ്മൾ ചില്ലിട്ട് സൂക്ഷിക്കുകയല്ല, ചില്ലിട്ട് ലോകം മുഴുവൻ എത്തിക്കണം. കേരളം, പുതിയ കേരളം എന്താണ് എന്ന് ലോകത്തെ നമ്മൾ അറിയിക്കണം. ദ മീറ്റിംഗ് വെൻ വെരി വെൽ. ഹി അഷ്വേർഡ്, ഹി എന്ന് പറഞ്ഞാൽ CM, ഹി അഷ്വേർഡ് മീ ദാറ്റ് ഹി വുഡ് ടേക്ക് കെയർ ഓഫ് ദ മാറ്റർ. ഈ പ്രശ്നത്തിന്റെ എന്താണ് വിഷയം എന്ന് വെച്ചാൽ അദ്ദേഹം അത് ഏറ്റെടുത്തു. ഹി അഷ്വേർഡ് മീ ദാറ്റ് ഹി വുഡ് ടേക്ക് കെയർ ഓഫ് ദ മാറ്റർ ആൻഡ് എക്സ്റ്റെൻഡ് ഹിസ് ഫുൾ സപ്പോർട്ട്. ആ വിഷയത്തിൽ പരിഹരിക്കാമെന്ന് മാത്രമല്ല, പ്രോജക്റ്റിന് വേണ്ട എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അവിടെയും തീരുന്നില്ല വിഷയം. ഹി ഹാസ് ഓൾസോ ഗിവൺ മീ ഡയറക്റ്റ് ആക്സസ് സോ ദാറ്റ് ഐ ക്യാൻ റീച്ച് ഔട്ട് ടു ഹിം വെൻ എവർ റിക്വയർഡ്. അടിയള സിമ്പൽ. ഒരു മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പേഴ്സണൽ കോണ്ടാക്ട് കൊടുത്തു. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുക, ബാക്കി കാര്യം ഐ വിൽ ടേക്ക് കെയർ. എന്താണ്? ഹി ഹാസ് ഓൾസോ ഗിവൺ മീ ഡയറക്റ്റ് ആക്സസ് സോ ദാറ്റ് ഐ ക്യാൻ റീച്ച് ഔട്ട് ടു ഹിം വെൻ എവർ റിക്വയർഡ്. ഇത് കേരളം മുഴുവൻ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ മാത്രമല്ല, ലോകം മുഴുവൻ അറിയിക്കണ്ടേ? കേരളത്തിൽ ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്, ഒരു ആറ്റിറ്റ്യൂഡിനൽ ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുകയാണ്. ഇൻവെസ്റ്റേഴ്സിന് അനുകൂലമായി എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ കൊള്ളയടിക്കാനും ചൂഷണം ചെയ്യാനും ഒന്നുമല്ല, ഒരു എല്ലാവർക്കും ഗുണകരമായ രീതിയിൽ ഒരു നിക്ഷേപം നടത്താൻ പറ്റിയ ലാൻഡായിട്ട് കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളൊരു സിഗ്നലാണ് അദ്ദേഹവുമായി നടന്ന ഒരു 10-15 മിനിറ്റ് നേരം നടന്ന ഒരു മീറ്റിങ്ങിലൂടെ എൻ്റെ സുഹൃത്ത് എനിക്ക് നൽകിയ സന്ദേശം. ഇതെല്ലാ വ്യവസായികൾക്കും ഇത് തന്നെയായിരിക്കും. പുതിയ മുഖ്യമന്ത്രിയിൽ നിന്ന് മിക്കവാറും എല്ലാ വ്യവസായികൾക്കും കിട്ടുന്ന പ്രതികരണം ഇത് തന്നെയായിരിക്കും. അതാണ് ഇനി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. നാളിതുവരെ ഇത്തരത്തിലൊരു പ്രതികരണം ഭരണത്തലവന്മാരിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്നുള്ള എൻ്റെ അറിവിലെന്നേ ഞാൻ പറയുന്നുള്ളൂ. വേറെ പലർക്കും ചിലപ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാകും. എൻ്റെ അറിവിൽ ഭരണത്തലവനിൽ നിന്ന് വ്യവസായികൾക്ക് ഇത്തരത്തിലൊരു സമീപനം കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. കാണാൻ തന്നെ പറ്റാറുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇങ്ങനെ ഒരു അനുഭവം നമുക്കിവിടെ ഉണ്ട്. ചിലർ വന്ന് 3 ലക്ഷം കോടി രൂപയുടെ വാഗ്ദാനമൊക്കെ കൊടുത്തുപോയ ചില വ്യവസായികളുണ്ട്. ഞങ്ങളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ആ വ്യവസായിയെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാദം തൊട്ട് നമസ്കരിക്കണം. 3 ലക്ഷം വേണ്ട, ഒരു
30,000 കോടി രൂപയുടെ എങ്കിലും ഒരു വ്യവസായം, അല്ലെങ്കിൽ 3,000 കോടിയുടെ എങ്കിലും ഒരു നിക്ഷേപം ഈ നാട്ടിൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കാൻ. ഞങ്ങൾക്ക് 3 ലക്ഷമൊന്നും വേണ്ട, ആ തുക ഞങ്ങൾക്ക് ദഹിക്കില്ല. ഒരു 3,000 കോടി രൂപയുടെ ഒരു നിക്ഷേപം നടത്തണമെന്ന് അഭ്യർത്ഥിക്കുവാൻ ആ വ്യവസായിയെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു നാൾ കാണാൻ കഴിയണമേ എന്നുള്ള പ്രാർത്ഥനയാണ്.